I say to the whole world, India will identify, track and punish every terrorist and their backers. We will pursue them to the end. നമസ്തേ. പെഹൽഗാമിൽ 26 നിരപരാധികളെ ചുട്ടരിച്ച ഭീകരതയ്ക്ക് നമ്മൾ മറുപടി നൽകിയിരിക്കുന്നു. ശക്തമായ മറുപടി. ഭീകരവാദത്തോട് സന്ധിയില്ല എന്ന് വെറുതെ പ്രഖ്യാപിക്കുകയല്ല, അക്ഷരാർത്ഥത്തിൽ അത് പ്രാവർത്തികമാക്കുകയാണ് നമ്മൾ. ഓപ്പറേഷൻ സിന്ദൂർ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. വീരസ്യം പറഞ്ഞ പാകിസ്ഥാൻ ശരിക്കും വിറച്ചു, പേടിച്ച് വിറങ്ങലിച്ചു. ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാരതം തകർത്ത് തരിപ്പണമാക്കിയത്. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ടുകൾ. കരസേനയും വ്യോമസേനയും സംയുക്തമായിട്ടായിരുന്നു പ്രത്യാക്രമണം. ലഷ്കർ ജയ്ഷെ ഭീകര കേന്ദ്രങ്ങളാണ് തകർന്നടിഞ്ഞത്. പഹൽഗാമിലെ വേദന ചെറുതായിരുന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് തിരിച്ചടി നൽകണമെന്ന് നമ്മൾ ഓരോ ഭാരതീയനും ആത്മാർത്ഥമായി ആഗ്രഹിച്ചത്. മുമ്പ് പ്രത്യാക്രമണങ്ങൾ നടന്നപ്പോൾ തെളിവ് ചോദിച്ച പാകിസ്ഥാൻ ഇത്തവണ അത് ചോദിച്ചില്ല, മറുപടി നൽകുമെന്നാണ് പ്രതികരിച്ചത്. ഭീകര കേന്ദ്രങ്ങളിൽ പ്രത്യാക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നപ്പോൾ വേറെ എന്ത് തെളിവ് ചോദിക്കാനാണ്? മാത്രമല്ല, ഭാരതത്തിന്റെ പ്രത്യാക്രമണത്തിൽ പരിക്കേറ്റ ഭീകരരെ പട്ടാളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ആശുപത്രിയിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുമുണ്ട്. കൊടും ഭീകരരുടെ സംസ്കാര ചടങ്ങുകളിൽ സൈനിക ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ അടിവരയിടുന്നതും ഭീകരർക്ക് പാക് ഭരണകൂടം എത്രമാത്രം കരുതൽ നൽകുന്നുണ്ട് എന്നതാണ്. കൃത്യമായ കണക്കുകൂട്ടലുകളോടെ അണുവിട തെറ്റാതെ അളന്നു കുറിച്ചുള്ള ആക്രമണം. ചീറിപ്പാഞ്ഞെത്തിയ റാഫേൽ യുദ്ധവിമാനങ്ങൾ സ്കാൽപ് മിസൈലുകളും ഹാമർ ബോംബുകളും വർഷിച്ചപ്പോൾ സ്വർഗത്തിലെ ഹൂറിമാരെ സ്വപ്നം കണ്ടുറങ്ങിയ ഭീകരർ പിന്നെ ഉണർന്നില്ല. അനിവാര്യമായ മറുപടി. പ്രകോപനം തുടർന്നാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന വ്യക്തമായ സന്ദേശം ഭാരതം ലോകത്തിന് നൽകി.
പാക് അധിനിവേശ കശ്മീരിലെ മുസഫറാബാദ്, കോട്ട്ലി, ബർനാല എന്നിവിടങ്ങളിലെ 5 പാകിസ്ഥാനിലെ സിയാൽകോട്ട്, മറിഡ്ഗെ, ബഹാവൽപൂർ എന്നിവിടങ്ങളിലെ 4 ഭീകര കേന്ദ്രങ്ങളാണ് നമ്മൾ ചുട്ടെരിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് ഭീകരരെ കയറ്റി അയക്കുന്ന 21 കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി അവയിൽ 9 എണ്ണമാണ് ഭാരതം തച്ചു തകർത്തത്. India exercised its right to respond and preempt as well as deter more such cross-border attacks. These actions were measured, non-escalatory, proportionate and responsible. They focused on dismantling the terrorist infrastructure and disabling terrorists likely to be sent across to India. You would also recall that the Security Council on 25th April 2025 had issued a press statement on the Pahalgam terror attack, underlining, and I quote, the need to hold perpetrators, organizers, financiers and sponsors of this reprehensible act of terrorism accountable and bring them to justice, unquote. India's latest actions should be seen in this context. ലഷ്കർ ഇ തൈബയുടെ പാകിസ്ഥാനിലെ പ്രധാന ഭീകര കേന്ദ്രമാണ് മുരീദ് കെയിലെ മർക്കസ് തൈബ. പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ലാഹോറിന് സമീപത്തായിരുന്നു മർക്കസ് തൈബ. മുംബൈ ഭീകരാക്രമണം നടത്തിയ അജ്മൽ കസബും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമടക്കം നിരവധി ഭീകരർക്ക് പരിശീലനം ലഭിച്ച ഇടം. ലാഹോറിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ 200 ഏക്കറിലാണ് ഈ ഭീകര കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. 2000-ലാണ് ഈ ഭീകര കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചത്. അൽ ഖ്വയ്ദ ഭീകരൻ ഒസാമ ബിൻ ലാദൻ അടക്കം ഈ കേന്ദ്രത്തിന് ധനസഹായം നൽകിയിരുന്നു. പാകിസ്ഥാനിലും വിദേശത്തുമുള്ള ഭീകരർക്ക് ഇവിടെ ആയുധ പരിശീലനം നൽകിയിരുന്നു. വിദ്യാർത്ഥികളെ ഉൾപ്പെടെ സായുധ ജിഹാദി പ്രവർത്തനങ്ങളിലേക്ക് നിർബന്ധിച്ച് എത്തിക്കുന്നതിൽ ഈ മർക്കസിന് വലിയ പങ്കുണ്ട്. മർക്കസ് സുബ്ഹാനല്ല, ബഹൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനം. 15 ഏക്കറിൽ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രം. ജെയ്ഷെ സ്ഥാപകൻ മസൂദ് അസറിന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. 2001-ലെ പാർലമെന്റ് ആക്രമണത്തിലും 2019-ലെ പുൽവാമ ആക്രമണത്തിലും ജെയ്ഷെയ്ക്ക് പങ്കുണ്ട്. മർക്കസ് അബ്ബാസ്, കോട്ട്ലി, ജെയ്ഷെ മുഹമ്മദ് പരിശീലന കേന്ദ്രം. സൂയിസൈഡ് ബോംബർമാരെ പരിശീലിപ്പിക്കുന്ന ഇവിടെ ഒരേ സമയം 50 പേർക്ക് പരിശീലനം നൽകാൻ കഴിയും. മർക്കസ് റഹീൽ ഷഹീദ്, കോട്ട്ലിയിലെ തന്നെ ഹിസ്ബുൾ മുജാഹിദീൻ പരിശീലന കേന്ദ്രം. ബോംബ് നിർമ്മാണത്തിന് പരിശീലനം നൽകുന്ന ഈ കേന്ദ്രം നുഴഞ്ഞുകയറ്റക്കാരുടെ ഇടത്താവളമാണ്. തെഹ്റാ കലാനിലെ സർജാൽ, ഭാരതത്തിലേക്ക് നുഴഞ്ഞുകടക്കാൻ ഭീകരർ കേന്ദ്രീകരിക്കുന്ന സ്ഥലം. ആശുപത്രിയെ മറയാക്കി അന്താരാഷ്ട്ര അതിർത്തിയിലുള്ള ഈ കേന്ദ്രം വഴിയാണ് പല പ്രമുഖ ആക്രമണങ്ങളുടെയും ആസൂത്രകർ ഭാരതത്തിലേക്ക് കടന്നത്. മർക്കസ് അഹ്ലെ ആദിഖ്, ബർനാല, ലഷ്കർ പരിശീലന കേന്ദ്രം. രാജ്യാന്തര അതിർത്തിയിലുള്ള ഈ ഭീകര കേന്ദ്രവും നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രധാന കേന്ദ്രമാണ്. സിയാൽകോട്ടിലെ മെഹ്മൂന ജോയ, ഹിസ്ബുൾ മുജാഹിദീന്റെ ശക്തി കേന്ദ്രം. സർക്കാർ സ്കൂൾ മറയാക്കി ഭീകരവാദ പരിശീലനം നൽകുന്നു. ഷവായ് നല്ല, മുസാഫറാബാദ്. ഈ ലഷ്കർ ക്യാമ്പിലാണ് അടുത്തിടെ ജമ്മു കശ്മീരിലുണ്ടായ നമ്മൾ ഒരു പോരാട്ടത്തിലാണ്. തിന്മയ്ക്കെതിരായ നന്മയുടെ പോരാട്ടം, അധർമ്മത്തിനെതിരായ ധർമ്മത്തിൻ്റെ പോരാട്ടം. അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഞാൻ വീണ്ടും അവതരിക്കുമെന്ന് ഉദ്ഘോഷിച്ച ഭഗവാൻ ശ്രീകൃഷ്ണനെയും ഭഗവത്ഗീതയെയും ആദരിക്കുന്ന ഒരു ജനതയുടെ പോരാട്ടം. പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കാതെ, സാധാരണക്കാർക്ക് ചെറുപോറൽ പോലും ഏൽക്കാതെ ഭീകരരെ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണം. ശരിക്കും അധർമ്മത്തിനെതിരായ ധർമ്മയുദ്ധം. പഹൽഗാമിൽ ഭീകരർ മതം നോക്കി ക്രൂരമായി കൊല ചെയ്ത കർണാടക ശിവമോഗ സ്വദേശി മഞ്ജുനാഥിന്റെ ഭാര്യ പല്ലവി എന്നെ കൂടി കൊല്ലൂ എന്ന് കേണപേക്ഷിച്ചു.
നിന്നെ ഞങ്ങൾ കൊല്ലില്ല, നീ മോദിയോട് പറയൂ എന്നാണ് ഭീകരർ പല്ലവിക്ക് നൽകിയ മറുപടി. അതെ, പല്ലവിയുടെ സങ്കടം മോദി കേട്ടു, ചെയ്യേണ്ടത് ചെയ്തു. ജയ്ഷെ സ്ഥാപകൻ മസൂദ് അസറിന്റെ വീട് ആക്രമണത്തിൽ തകർന്നുവെന്നാണ് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അസറിന്റെ 14 കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. താൻ കൂടി കൊല്ലപ്പെട്ടിരുന്നെങ്കിലെന്ന് മസൂദ് അസർ രഹസ്യ കേന്ദ്രത്തിൽ പരിതപിച്ചതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മസൂദ് അസറിന്റെ സഹോദരൻ അബ്ദുൾ റൌഫ് അസർ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ജയ്ഷെ മുഹമ്മദിന് കനത്ത പ്രഹരമായി. കാണ്ഡഹാർ വിമാനറാഞ്ചലിന്റെ മുഖ്യ സൂത്രധാരനായിരുന്ന അബ്ദുൾ റൌഫാണ് മസൂദ് അസറിനെ മോചിപ്പിക്കുന്നതിന് ചുക്കാൻ പിടിച്ചത്. കാഠ്മണ്ഡുവിൽ നിന്ന് 150-ലേറെ യാത്രക്കാരുമായി വരികയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചി ജയിലിലുള്ള ഭീകരരെ മോചിപ്പിക്കുകയായിരുന്നു. പഹൽഗാം ഭീകരാക്രമണം ഏറ്റവുമധികം ബാധിച്ചത് സ്ത്രീകളെയാണ്. അച്ഛനെ, സഹോദരനെ, ഭർത്താവിനെ, അങ്ങനെ നിരവധി സ്ത്രീകൾക്ക് ഉറ്റവരെ ഇല്ലാതാക്കിയ ആക്രമണം. അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ആസൂത്രണത്തിലടക്കം വനിതകളെ ഉൾപ്പെടുത്താൻ സൈന്യം പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് പ്രത്യാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നിർദ്ദേശിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റി വിശദീകരിക്കാൻ ഭാരതം ചുമതലപ്പെടുത്തിയത് വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെയും കേണൽ സോഫിയ ഖുറേഷിയെയുമായിരുന്നു. സൈന്യത്തിന്റെ കോപ്സ് ഓഫ് സിഗ്നലിലെ ആദ്യ വനിതാ ഓഫീസറാണ് സോഫിയ ഖുറേഷി. आज आपको 6 से 7 मई 2025 की रात 1:05 से 1:30 बजे के बीच भारतीय सशस्त्र बलों द्वारा अंजाम दिए गए ऑपरेशन सिंदूर के बारे में जानकारी देंगे। ऑपरेशन सिंदूर 22 अप्रैल को पहलगाम में हुए विभत्स आतंकवादी हमले के शिकार मासूम नागरिकों व उनके परिवारों को न्याय देने के लिए लॉन्च किया गया था। इस कार्रवाई में 9 टेररिस्ट कैंप्स को टारगेट किया गया और पूरी तरह से इसे बर्बाद किया गया। पाकिस्तान में पिछले 3 दशकों से टेरर इंफ्रास्ट्रक्चर का निर्माण हो रहा है। इसमें रिक्रूटमेंट, इंडोक्ट्रिनेशन सेंटर्स, ट्रेनिंग एरियाज व लॉन्च पैड शामिल थे, जो पाकिस्तान और पाक अधिकृत जम्मू कश्मीर POJK दोनों में फैले हैं। 2016-ൽ സൈനിക അഭ്യാസത്തിനുള്ള ഇന്ത്യൻ സംഘത്തെ നയിച്ചതും സോഫിയ ഖുറേഷിയായിരുന്നു. കുട്ടിക്കാലത്ത് കണ്ടൊരു സ്വപ്നമാണ് വ്യോമികയെ വ്യോമസേനയുടെ ഭാഗമാക്കിയത്. നിരവധി രക്ഷാപ്രവർത്തനങ്ങളിലടക്കം പങ്കെടുത്ത വ്യോമസേന പൈലറ്റ്, ചേതക് ചീറ്റ പോലുള്ള ഹെലികോപ്റ്ററുകൾ പറത്തിയുള്ള പരിചയം. പഹൽഗാം ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ വിശദീകരിച്ചത് വ്യോമികയായിരുന്നു. These camps are located both in Pakistan as well as Pakistan occupied Jammu and Kashmir areas. Some of the well-known training camps are located, as you can see on the screen. They are distributed from Savai Nala in the north, counting to approximately 21, ending at Bhavalpur to the south. One of these targets for Operation Sindoor was based on credible intelligence inputs and role of these facilities in perpetrating the terror activities. The locations were so selected to avoid damage to civilian infrastructures and loss of any civilian lives. ഭാരതത്തിന്റെ നാരീശക്തി ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ പ്രകടമായി. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ രാജ്യത്തിന്റെ സായുധ സേന പുതിയ ഇതിഹാസം രചിച്ചതായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. നിരപരാധികളായ നമ്മുടെ പൗരന്മാരെ കൊലപ്പെടുത്തിയവരെ മാത്രമാണ് സൈന്യം ലക്ഷ്യം വെച്ചത്. ആ ദൗത്യം കൃത്യമായി നിർവഹിക്കാൻ സൈന്യത്തിനായെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു. साथियों, जैसी कि आप सबको जानकारी है कि कल रात हमारी भारतीय सेनाओं ने अपने अद्भुत शौर्य और पराक्रम का परिचय देते हुए एक नया इतिहास रच दिया है। एक तरीके की सटीकता, सतर्कता और मानवीयता यह हमारी भारत की सेना के जवानों ने दिखाई। साथियों, प्रधानमंत्री श्री नरेंद्र मोदी के नेतृत्व में हमारी सेनाओं ने ऑपरेशन सिंदूर लॉन्च करके पहले की तरह ही इस बार भी आतंकियों को ट्रेनिंग देने वाले कैंप्स को तबाह करके करारा जवाब दिया है। आतंकियों के हौसले पस्त करने के उद्देश्य से यह कार्रवाई महज उनके कैंप्स और इंफ्रास्ट्रक्चर तक ही सीमित रखी गई है। मैं पुनः
हमारे आर्म्ड फोर्सेस के शौर्य को मैं नमन करता हूं। ഭീകരതയ്ക്ക് ഇരയായവർ പോലും ഇന്ന് ഈ നാട്ടിൽ ജീവിക്കുന്നതിൽ അഭിമാനിക്കുകയാണ്. ഞങ്ങൾ സുരക്ഷിതരാണെന്നും തങ്ങളെ ആക്രമിക്കാൻ ആരുമില്ലെന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. രാജ്യത്തെ ഓർത്ത് അഭിമാനമെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി രാമചന്ദ്രന്റെ മകൾ ആരതി പ്രതികരിച്ചു. അച്ഛനെ ചിതയിലേക്കെടുത്തപ്പോൾ അമ്മയുടെ സിന്ദൂരം മായ്ച്ചതിനുള്ള മറുപടിയാണിത്. സൈന്യത്തിനും പ്രധാനമന്ത്രിക്കും നന്ദിയെന്നും മകൾ ആരതി. ആകെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ പോലത്തെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ മണ്ണിൽ നിന്നപ്പോഴാണ് നമുക്ക് ഈ ഒരു അറ്റാക്ക് വന്നത്. അവിടെ നിന്ന് വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്ത്. അപ്പോൾ അവിടെ പോയി കറക്റ്റ് ഈ ടെററിസ്റ്റ് ക്യാമ്പുകൾ പാകിസ്ഥാനിലെ കണ്ടുപിടിച്ച് ഈ 9 എണ്ണത്തിനെയും ഇല്ലാതാക്കിയതിൽ അതാണ് ഒരു കറേജിയസ് ഇതായിട്ട് കാണുന്നത്. മറ്റേത് ഭയങ്കര കവേർഡിഷ് ഓഫ് ദം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇന്നസെന്റ് ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാനാണ്? ഒരു AK-47 കൊണ്ട് നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാണ്? അതൊരു വെരി കവേർഡ് ഓഫ് ദം. അപ്പോൾ ഇതാണ് ഇന്ത്യ, ഇതാണ് ഞങ്ങളുടെ മറുപടി. എൻ്റെ അമ്മ അടക്കമുള്ള ഭാര്യമാരുടെ സിന്ദൂരം മാറ്റിയ ഈ ഒരു തീവ്രവാദം, ഇതിനേക്കാൾ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിം ഇല്ല എന്നാണ് എനിക്കും തോന്നുന്നത്. സോ ബിഗ് സല്യൂട്ട് ഫോർ ദാറ്റ് whoever who have done this operation, and big thank you to the government, the Prime Minister and the army people who have been working for it and behind it and working continuously forward. ഭാരതം നൽകിയത് ഉചിതമായ മറുപടിയെന്ന് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട കൗസ്തുഭ് ഗൺബോട്ടിന്റെ ഭാര്യ സംഗീത. സ്ത്രീകളോട് ബഹുമാനാർത്ഥം ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിനെ സംഗീത അഭിനന്ദിച്ചു. एक्शन लिया है वो अच्छा किया है, और वो सिंधु नाम देके भी औरतों को सम्मान दिया है, वैसा है. याद करते वो भूल भी नहीं सकते वो दिन. हम अभी तक वही लेके मैं रोज रोते बैठती हूँ. डर लगा रहता है. अभी मुझे बहुत अच्छा लगा है पाकिस्तान के ऊपर जो हल्ला करने का मोदी ने सोच लिया है. वो तो हम देख रहे थे कि कब मोदी ये करता है, क्या करता है, युद्ध करता है उसकी. अभी अच्छा हुआ है मोदी ने जो किया है. मोदी जी तक ये बात पहुंच गई है और मोदी जी ने अच्छा जवाब दे दिया है. उनको मुंह तोड़ जवाब दे दिया है. आतंकवादियों को तो उनको तो खत्म ही कर देना चाहिए. फिर उन्होंने आंख उठा के भी अपनी तरफ नहीं देखना चाहिए. बस തീരുമാനിച്ചുറച്ച പ്രകാരം കൃത്യസമയത്തുള്ള കൃത്യതയാർന്നതായിരുന്നു ഭാരതത്തിന്റെ പ്രത്യാക്രമണം. പുലർച്ചെ 1:05 ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ 1:30 മുൻപ് അവസാനിപ്പിക്കാൻ സൈന്യത്തിനായി. രാത്രി മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈനിക നടപടി നിരീക്ഷിച്ചു. ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും സംയുക്ത സൈനിക മേധാവിയുമായും സേനാ മേധാവിമാരുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. പുലർച്ചെ 1:44 പ്രത്യേക വാർത്താക്കുറിപ്പിറക്കി ഭീകര കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഭാരതം ലോകത്തെ അറിയിച്ചു. പാർലമെന്റ് ആക്രമണം മുതൽ പെഹൽഗാം വരെയുള്ള ഭീകരാക്രമണങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഭീകരാക്രമണങ്ങളിലെ പാകിസ്ഥാന്റെ പങ്ക് ഭാരതം ലോകത്തെ അറിയിച്ചത്. ഭീകര കേന്ദ്രങ്ങളിൽ സ്കാൽപ് മിസൈലുകൾ വർഷിക്കാൻ റാഫേൽ യുദ്ധവിമാനങ്ങളാണ് ഭാരതം ഉപയോഗിച്ചത്. 36 റാഫേൽ വിമാനങ്ങൾ വാങ്ങാൻ ഫ്രാൻസുമായി ഒപ്പുവെച്ച കരാറിൽ സ്കാൽപ് മിസൈലുകൾ അടങ്ങുന്ന ആയുധ പാക്കേജും ഉണ്ടായിരുന്നു. ഫ്രാൻസ് വികസിപ്പിച്ച ഹാമർ ബോംബുകളും പ്രത്യാക്രമണത്തിൽ ഭാരതത്തിന് കരുത്തായി. ഭീകരവാദത്തിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുമെന്ന് അന്താരാഷ്ട്ര വേദികളിൽ തുടർച്ചയായി പറഞ്ഞിരുന്ന ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രഖ്യാപനങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയായിരുന്നു. ഇത് ഭാരതമാണ്.
പുതിയ ഭാരതം. ഭീകരാക്രമണങ്ങളെ വാചക കസർത്ത് കൊണ്ട് നോവിക്കാതെ ഭീഷണി മുഴക്കുന്ന പഴയ ഭാരതമല്ല. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും ഭീകരർക്ക് നേരെ തീമഴ പെയ്യിക്കുന്ന പുതിയ ഭാരതം. ഈ ഭാരതത്തെ ആക്രമിക്കാൻ ഏതു ഭീകരനും ഒന്ന് ഭയക്കും തീർച്ച. ഭാരത് മാതാ കി ജയ്.